ഇപ്പോൾ കോഴിക്കോട് പെരിങ്ങളത്ത് നിന്ന് ഷിത ജഗത് ചേരുകയാണ്. ഷിത, എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ? സംസ്ഥാനമാകെ വലിയ ഒരു റെക്കോർഡ് പോളിംഗിലേക്ക് തന്നെ കുതിക്കുകയാണ്. കോഴിക്കോട് നിലവിൽ 60% പിന്നിട്ടിരിക്കുന്നു, 61% പിന്നിട്ടിരിക്കുന്നു പോളിംഗ് ശതമാനം. 6 മണിയാകുമ്പോഴേക്കും കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നിലെത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായും സുഹൈല, നമുക്കിപ്പോൾ പറയേണ്ടത് 61% പോളിംഗ് എത്തുമ്പോഴും വലിയ ക്യൂ നമുക്ക് മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നുണ്ട്, പോളിംഗ് ബൂത്തുകളിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് വോട്ടിംഗ് മെഷീൻ തകരാറിലായതാണ്. പല സ്ഥലങ്ങളിലും വോട്ടിംഗ് മെഷീൻ 2 or 3 തവണ തകരാറിലായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് തുടങ്ങാനും റീപോളിംഗ് തുടങ്ങാനും എല്ലാം തന്നെ വൈകുന്നുണ്ടായിരുന്നു. ആ കാരണത്താലാണ് ഇത്രയേറെ ക്യൂ, ആളുകളുടെ വരി നമുക്ക് എല്ലാ ബൂത്തുകളിലും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വൈകിട്ട് 6 മണിയാവുമ്പോൾ പോലും ഈ തിരക്ക് കഴിയുമെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. ഈ തിരക്ക് നിലനിൽക്കുകയാണ് നമ്മുടെ പോളിംഗ് ശതമാനം, കോഴിക്കോട് പോളിംഗ് ശതമാനം 61 എത്തുന്നത് എന്ന് കൂടെ പറയണം. ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ളത് കൊടുവള്ളിയിലാണ്. കൊടുവള്ളി ആദ്യം മുതൽ തന്നെ വലിയ പോളിംഗ് ശതമാനം കാണിച്ചിരുന്ന ഒരു സ്ഥലമാണ്. കൊടുവള്ളി മണ്ഡലത്തിൽ 66 പോളിംഗ് ശതമാനം. ഒപ്പം തന്നെ കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് രണ്ടാമതായി ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 61% ബാലുശ്ശേരിയിലെ പോളിംഗ്. കോഴിക്കോട് നോർത്തിൽ 59, കോഴിക്കോട് സൗത്തിൽ 58, ബേപ്പൂരിൽ 55 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളവരോട് നമുക്ക് അവർ വളരെ നേരമായി ക്യൂ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സമയം നിൽക്കുന്നു എന്ന് പറഞ്ഞു. 2 മണിക്കൂറായി. അവിടെ എന്താ പ്രശ്നം നമ്മളോട് പറഞ്ഞില്ല. നിങ്ങൾ നിൽക്കുക തന്നെയാണ്? നമ്മളിവിടെ ഇരിക്കുക, നമ്മളിവിടെ അതിലൊന്നും കൂടി മാറി നിൽക്കാൻ പറഞ്ഞ് നമ്മൾ നിന്നെടുത്ത് ഒന്നും ചോദിച്ചാലോ ഒന്നും പറയുന്നില്ല. കുറേ ഇവർ ഈ പറഞ്ഞതുപോലെ എത്രയോ മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കാരണം രാവിലെ പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായിരുന്നു. ഒപ്പം തന്നെ VVPAT മെഷീനുകൾ തകരാറിലായിരുന്നു. അതെല്ലാം തന്നെ വീണ്ടും നന്നാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പുതിയ മെഷീനുകൾ വെച്ചുകൊണ്ട് ആണ് പോളിംഗ് നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു കാലതാമസം ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. വൈകിട്ട് 6 മണിയായാൽ പോലും ഈ പോളിംഗ്, ഈ വോട്ടെടുപ്പ് നിൽക്കുമെന്നോ ഒപ്പം തന്നെ ഈ ക്യൂ നിൽക്കുന്നവരുടെ എണ്ണം കുറയുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. 6 മണി കഴിഞ്ഞാൽ പോലും വലിയ ക്യൂ ഉണ്ടാകും. 6 മണിക്ക് ശേഷവും പോളിംഗ് നീളാനുള്ള സാധ്യതയാണ്. പക്ഷേ ഈ ബൂത്തിലെത്തുന്ന ഏതൊരാൾക്കും വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 6 മണിക്ക് മുൻപ് ബൂത്തിലെത്തുന്നവർക്ക് ടോക്കൺ നൽകും. അവർക്കെല്ലാം തന്നെ വോട്ട് ചെയ്യേണ്ടിയിരിക്കും. പക്ഷേ അത് ഏറെ സമയക്രമം എടുക്കുന്നതിലേക്ക് നീങ്ങും സുഹൈല.